ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറ്റവും അനുഗ്രഹീതമായ ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളും തുടർന്നുള്ള ദിവസങ്ങളുമൊക്കെ ഏറെ പുണ്യകരമാണ് എന്ന് പല സന്ദർഭത്തിലും നിങ്ങളുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട അത്രയും ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും അടുത്ത ഒരു ദുൽഹജ്ജിന് അല്ലെങ്കിൽ ബലിപെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് ആയുസ്സിൽ അവസരമുണ്ടാവില്ല എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ട ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന് പറയുന്നത്. റമദാനിലെ രാത്രികൾക്കാണ് സവിശേഷതയെങ്കിൽ ദുൽഹജ്ജിന് പകലുകൾക്കാണ് പുണ്യങ്ങളുള്ളത്. പകലും രാത്രിയും ഒരുപോലെ പുണ്യകരമാണ്. ദുൽഹജ്ജത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പകലിലൊക്കെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്നത്, എന്തൊക്കെ സൽക്രമങ്ങളാണോ നമ്മൾ ചെയ്യാൻ കഴിയുക അതൊക്കെ വർദ്ധിപ്പിക്കുന്നത്, രാത്രികളിൽ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലുമൊക്കെ മുഴുകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വൽ ഫജർ വലയാലിൻ അഷർ വഷഫി വൽ വതർ, സൂറത്തുൽ ഫജറിലെ ആദ്യത്തിൽ പറയുന്ന ആ 10 രാവുകൾ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങളാണ് എന്നൊക്കെയാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ ഒക്കെ ഈ റമദാനിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതിനെ വീണ്ടെടുക്കാൻ പറ്റിയ, അതിലേക്ക് വീണ്ടും നമുക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെ പറ്റുന്ന അത്തരം ഓർമ്മകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ മുഴുകാൻ കഴിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ മാസം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഹാജറയും മക്കയും കാബയും അതുപോലെ തന്നെ മദീനയും അവിടെ നടക്കുന്ന സംഭവങ്ങളുടെയൊക്കെ സംഗതികളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ചെയ്തവർ ആ ചെയ്ത ഓർമ്മകളിൽ നിന്നുകൊണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ ആകൃഷ്ടരായി അതിൽ ആഗ്രഹിച്ചുകൊണ്ടുമൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെ ഫോളോ ചെയ്തൊക്കെ നമ്മളതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ നല്ല അനുഭൂതിയും ആനന്ദവും കുറച്ചും കൂടി ശ്രദ്ധയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് നിറവും തികവും ഒക്കെ കൈവശപ്പെടുത്താൻ കഴിയും. എവിടെയോ നിന്ന് എങ്ങനെയോ ചെയ്യാൻ തീരുമാനിച്ചാലും നടക്കില്ല. അതിന് അതിൻ്റേതായ ഒരു റൂട്ടിലൂടെ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് കാബ, മസ്ജിദുൽ ഹറാം, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, അതിൽ പോയ ആളുകൾ ഒക്കെ അവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞ പോലെ ഇബ്രാഹിം നബിയൊക്കെ സ്മരിച്ചുകൊണ്ട് ഈ 10 ദിവസങ്ങളെ നിറവോടെ കൈകാര്യം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കണം. അതിന് അല്ലാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് ഹജ്ജ്. ഹജ്ജിലെ എല്ലാ കർമ്മങ്ങളും ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇസ്മായിലുണ്ട് അലൈഹി സ്വലാത്തു വസ്സലാം, മഹദി ആജറ റളിയല്ലാഹു അൻഹയുമുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊരു ന്യൂക്ലിയസാണ്, അതൊരു കുടുംബമാണ്. ഇബ്രാഹിം നബിയെക്കുറിച്ച് വ്യക്തിയായിരിക്കെ തന്നെ അതൊരു സമുദായമായിരുന്നു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതൊരു സമുദായത്തിൻ്റെയും സാമൂഹിക ഘടനയിലെ ഏറ്റവും അവസാനത്തെ യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വ്യക്തി ഒറ്റയാനാണ്. ഏതാണെങ്കിലും വാപ്പയാണെങ്കിലും അങ്ങനെയാണ്, ഒറ്റക്കൊറ്റക്കാണ്. പക്ഷെ ഒരു കുടുംബം എന്ന് പറയുമ്പം വാപ്പ, ഉമ്മ, മക്കൾ അല്ലെങ്കിൽ ഇണകൾ, കുട്ടികൾ, ഇതാണ് ഒരു കുടുംബത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മഹത്തരമായ ഒരു കുടുംബത്തിൻ്റെ മാതൃകയാണ്. കുടുംബം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല സന്ദർഭത്തിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇനി വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിലനിൽക്കരുത് എന്ന് പുതിയ കാലത്തെ സംവിധാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പല പദ്ധതികൾക്കും തടസ്സമായി നിൽക്കുന്ന വലിയ വൻമതിലാണ് കുടുംബം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ആഗോള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നവരൊക്കെ കുടുംബം തകർക്കാൻ ആവശ്യമായ വളരെ വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലും കൂടി നിന്നിട്ടാണ് ഇബ്രാഹിം നബിനെയും ഇസ്മായിൽ നബിനെയും ഹാജറിനെയൊക്കെ നമ്മൾ കാണേണ്ടത്. നമ്മളൊക്കെ കുടുംബനാഥന്മാരാണ്. നമ്മളൊക്കെ കുടുംബത്തിലെ മക്കളാണ്. നമുക്ക് വാപ്പുണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു, അവരുടെ കുട്ടികളായിരുന്നു നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ഇണകളുണ്ട്, നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ മക്കളാണ്, നമ്മുടെ വാപ്പാരും ഉമ്മാരും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട്. ഇങ്ങനെ ആ ഒരു കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നാണ് ഞാനും നിങ്ങളുമൊക്കെ രൂപപ്പെടുന്നതും പരുവപ്പെടുന്നതും ഈ ഒരു ഘടനയിലേക്ക് എത്തിപ്പെടുന്നതുമൊക്കെ. അത്തരം ഒരു രംഗത്ത് കുടുംബത്തിൻ്റെ മാതൃക ആരാവണം, കുടുംബത്തിൻ്റെ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന റോൾ മോഡലുകൾ ആരാവണം എന്ന് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന മഹനീയമായ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം. പ്രവാചകന്മാരുടെ കുടുംബങ്ങളൊക്കെ നമുക്ക് പാഠങ്ങളാണ്.
പക്ഷേ ഈ രണ്ട് പ്രവാചകന്മാരെയും വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കയറി വന്നാൽ വളരെ മനോഹരമാണ് അതിൻ്റെ ഓരോ രംഗങ്ങളും. ഇബ്രാഹിം നബിയുടെ എല്ലാ ഘട്ടങ്ങളും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഘട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഘട്ടങ്ങളെയൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കടന്നു പോകുന്നുണ്ട്. വീട്ടിലെങ്ങനെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? സൂറത്തു തോഹ ഉണ്ട്, സൂറത്തു മറിയമുണ്ട്. ആ സൂറ മറിയം ഈസാ നബിയുടെ ഉമ്മയുടെ പേരിലുള്ള അധ്യായമാണ് സൂറത്ത് മറിയം. മേരി എന്നൊക്കെ നമ്മൾ പറയുന്ന കന്യാമറിയം എന്നൊക്കെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ പേരിട്ട് വിളിക്കുന്ന അവരുടെ പേരിലുള്ള അധ്യായമാണ് സൂറത്ത് മറിയം എന്ന് പറയുന്നത്. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഒരു ഭാഗം, പല ഭാഗങ്ങളിലാണ് വ്യത്യസ്ത സംഗതികൾ വ്യത്യസ്ത രൂപത്തിൽ പല അടരുകളിലായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. മകൻ എന്നുള്ള നിലക്ക് വാപ്പയോടുള്ള നടപടികളും നിലപാടുകളും. നമ്മളൊക്കെ മക്കളാണല്ലോ. നമ്മൾ മക്കൾ എന്നുള്ള നിലക്ക് വാപ്പയോട് എന്താണ് നമ്മുടെ നിലപാട്, വാപ്പമാരോട് എന്താണ് നമ്മുടെ നിലപാട്? അതിൽ ഇബ്രാഹിം നബിയുടെ ഉപ്പ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അവിടുത്തെ മുഖ്യ പുരോഹിതനായിരുന്നു. മൗലാന, ബിഷപ്പ്, ഷെയ്ഖോം കാ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും മഠാധിപതി എന്നൊക്കെ പറയുന്ന മതത്തിൻ്റെ ആത്മീയ ആചാര അനുഷ്ഠാന ആഘോഷങ്ങളുടെയൊക്കെ തലതൊട്ടപ്പൻ. അദ്ദേഹം പറയുന്നതിനനുസരിച്ചാണ് ഭരണകൂടം പോലും അത് പ്രോഗ്രാം ചെയ്യുക. ഭരണകൂടത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിങ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ രണ്ടും കൂടി ചേനുംപടി ചേർന്നുകൊണ്ടുള്ള അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് പ്രവാചകന്മാരും വിപ്ലവകാരികളും വിശുദ്ധന്മാരും. അവർ ഭീകരവാദികളാവും, അവർ തീവ്രവാദികളാവും. ഭരണകൂടത്തിനനുസരിച്ച് ആടുന്ന, ഭരണകൂടത്തിന് വേണ്ടി ആടുന്ന, രണ്ടും ഒരുമിച്ച് ആടിക്കൊണ്ടിരിക്കുന്ന, ഭരണകൂടത്തെ ആട്ടിക്കൊണ്ടിരിക്കുന്ന മതപുരോഹിതന്മാരും മതപുരോഹിതന്മാരെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളും അവരെ റിമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ലോകത്ത് ധാരാളമുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട്. കേരളത്തിലെ മതസംഘടനകൾ മുതൽ, കേരളത്തിലെ മതസമൂഹങ്ങൾ മുതൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതസമൂഹം എന്ന് നമ്മൾ പറയുന്ന ഹൈന്ദവ സമുദായത്തിനെ എങ്ങനെയാണ് സംഘപരിവാർ റിമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അപകടകരമായി അതിൻ്റെ ഫലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മതത്തെ, ഒരു ദർശനത്തെ, ഒരു ആശയത്തെ, അതിൻ്റെ അടിസ്ഥാനങ്ങളെ, അതിൻ്റെ നിലപാടുകളെ എങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും അപകടകരമായ രണ്ട് രംഗചിത്രങ്ങളാണ് ഇന്ത്യയിലെ സംഘപരിവാരവും നമ്മുടെ ഇസ്രായേലും എന്ന് പറയുന്നത്. ഇസ്രായേൽ ഇപ്പോൾ എന്താ പുതിയ നെതന്യാഹുവിൻ്റെ നല്ല ചിത്രമൊക്കെ ഉണ്ട്. ഗിദയോൺ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ വലിയൊരു സൈനിക നീക്കം നടത്തിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ പേരാണത്. ഫലസ്തീനിനെ ഗസയെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിന് വേണ്ടി അയാൾ ലോകത്തിലെ ഒരു പിശാച് പോലും നടത്താൻ പഠിക്കുന്ന, പിശാച് പോലും ഇങ്ങനെ നമുക്ക് തോന്നണില്ല, അത്രയും വളരെ വഷളായ, പിശാചിനെ പോലും തോൽപ്പിക്കുന്ന പൈശാചികതയിലേക്ക് പ്രവേശിക്കുന്ന അയാൾ ബൈബിളിൻ്റെ ടെർമിനോളജികൾ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തെയും ലോകത്തിൻ്റെ മാനവികതയെയും ദൈവബോധത്തെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന മതത്തെ ആട്ടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തെ ആട്ടിക്കൊണ്ടിരിക്കുന്ന, താരാട്ടിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരൊക്കെ ഉണ്ട്. ആ പുരോഹിത പ്രാതിനിധ്യത്തിലെ അപകടകരമായ രൂപഭാവമായിരുന്നു ഇബ്രാഹിം നബിയുടെ വാപ്പ ആസർ എന്ന് പറയുന്നത്. ആ ആസർ ഇബ്രാഹിം നബി വാപ്പാനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. വാപ്പാൻ്റെ കളി, വാപ്പാൻ്റെ ഇന്നർ പൊളിറ്റിക്സ്, വാപ്പാൻ്റെ അജണ്ട, വാപ്പയുടെ പൊറാട്ട് നാടകങ്ങൾ, വാപ്പ നടത്തിക്കൊണ്ടിരിക്കുന്ന കോമാളിക്കളികൾ, ഇതൊക്കെ നന്നായിട്ട് ഇബ്രാഹിമിന് മനസ്സിലാവുന്നുണ്ട്, മകന് മനസ്സിലാവുന്നുണ്ട്. വാപ്പയുടെ അന്തക്കേടുകൾ തിരിയാത്ത മക്കളായിട്ട് ഞാനും നിങ്ങളും മാറാൻ പാടില്ല. വാപ്പയായതുകൊണ്ട് എന്തു ആകാം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂലല്ലോ. വാപ്പ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാപ്പ എന്തിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാപ്പ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാപ്പയുടെ അന്തർധാര എന്താണ്, വാപ്പ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്, വാപ്പ എന്തിനാണ് ഈ വിഡ്ഢിവേഷം കിട്ടി ആടിക്കൊണ്ടിരിക്കുന്നത്, വാപ്പ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബുദ്ധിയുള്ള ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയത് ഫത്തം യുഖാലു ലഹു ഇബ്രാഹിം, നല്ല ചെറുപ്പക്കാരനായ, എന്ന് പറഞ്ഞാൽ കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന ഘട്ടത്തിനാണ് ശരിക്കത് പറയാം. ആ യുവത്വത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മാസ്മരിക രൂപത്തിൽ രൂപപ്പെടുന്നൊരു സന്ദർഭമുണ്ട്. ഇബ്രാഹിം നബി വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ആ ഒരു ഘട്ടത്തിൽ സ്വന്തം വാപ്പയുമായി, വാപ്പയുടെ നിലപാടുകളെ, വാപ്പയുടെ സമീപനങ്ങളെ, വാപ്പയുടെ അന്തർധാരയെ, വാപ്പയുടെ രാഷ്ട്രീയത്തെ, വാപ്പയുടെ മതത്തെയൊക്കെ തിരിച്ചറിഞ്ഞ് ഇബ്രാഹിം വാപ്പയുമായിട്ട് മഹത്തരമായ ഉജ്ജ്വലമായൊരു സംവാദം നടത്തുന്നുണ്ട്. അതാണ് സൂറത്ത് മറിയമിലെ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിലിപ്പോൾ സംവാദങ്ങളൊന്നുമില്ല. വാപ്പയോട് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ വാപ്പാൻ്റെ കാശ് ചോദിക്കുന്നവരും വാപ്പായിൽ നിന്ന് പിടിഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരും വാപ്പയുടെ എന്താണ് പറയുക, താങ്ങിലും തണലിലും നമുക്കെന്ത് വലിച്ചെടുക്കാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. ആദർശപരമായ, ആശയപരമായ, വൈജ്ഞാനികമായ, ഈമാനികമായ, ഇസ്ലാമികമായ
ആഖിറത്തുമായി ബന്ധപ്പെട്ട, അള്ളാഹും റസൂലും ഖുർആനുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ഒരു ചർച്ചകളും വാപ്പയും മക്കളും തമ്മിൽ നടക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് നിങ്ങൾ ഒഴിവാണ്, ഞാനും ഒഴിവായിരിക്കും. പക്ഷെ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും അതൊന്നുമല്ല ഇപ്പോഴത്തെ സാമൂഹ്യ അന്തരീക്ഷം. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന മക്കളെ വാപ്പമാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അത്തരം വാപ്പമാർ ചോദ്യങ്ങൾ ചോദിക്കാൻ മക്കൾക്കും താല്പര്യമില്ലാത്ത ഒരു ഘട്ടത്തിലൂടെ ജീവിതം അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നു പോകണം. അതിലെ താങ്ങും തണലും വടവൃക്ഷവുമായിട്ട് തണലും തലോടലും ഒക്കെ നൽകുന്ന രക്ഷാകവചമായിട്ട് വാപ്പ നിൽക്കണം എന്നുള്ളതിൻ്റെ അപ്പുറം മരണാനന്തര ജീവിതത്തിലേക്കും ആഖിറത്തിലേക്കും അവസാനത്തെ യാത്രയിലേക്കുമൊക്കെ വാപ്പയെ ആലോചിച്ചുകൊണ്ട് വാപ്പയുടെ നിലപാടുകളെ പരിശോധിക്കുന്ന മക്കൾ വളരെ കുറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ട്. ഇനിയുള്ള മക്കൾക്ക് അങ്ങനത്തെ ഒരു ചിന്തനുണ്ട്, അങ്ങനെ വാപ്പന്നെ വേണ്ട എന്നുള്ളിടത്ത് കാണുമല്ലോ പോണത്. എങ്ങനെയെങ്കിലും ജനിച്ചാൽ മതി, അതിൽ വാപ്പ എന്ന് പറയുന്ന ഒരു അതോറിറ്റി, സുപ്രീം സോവറിറ്റി ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. വാപ്പാക്കും താല്പര്യം ഇങ്ങനത്തെ മക്കൾ ഉണ്ടാവണം എന്നുള്ളത്. ഇവിടെ വെച്ചിട്ടാണ് ഇബ്രാഹിം നബിയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഭാഗം. വൈദഖാല ഇബ്രാഹിം യാ അബത്തി, വാപ്പാനെ വിളിക്കുന്നുണ്ട് എൻ്റെ പൊന്നാരപ്പ. അതിലൊക്കെ കുറേ സാംസ്കാരികമായ പാഠങ്ങളുണ്ട്, മാനുഷികമായ പാഠങ്ങളുണ്ട്, മൂല്യപരമായ പാഠങ്ങളുണ്ട്. വാപ്പാൻ എങ്ങനെയാണ് നിങ്ങൾ അഭിസംബോധന, വാപ്പയാണല്ലോ അത്. അതുകൊണ്ട് വാപ്പയെ തോൽപ്പിക്കാനും വാപ്പയെ അടിച്ചിരുത്താനും വാപ്പയുടെ മുകളിൽ അധികാരം നടത്താനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ നടത്തേണ്ട ആളല്ല വാപ്പയും എന്ന് പറയുന്നത്. വളരെ വിനയത്തോടെ, ഏറെ സ്നേഹത്തോടെ, എന്തെന്നില്ലാത്ത വിചാരങ്ങളോടെ യാ അബത്തി, എൻ്റെ പൊന്നാരപ്പ, എൻ്റെ പൊന്നാരപ്പ. വളരെ മനോഹരമായൊരു വിളിയുണ്ട്. നിങ്ങളാരെങ്കിലും നിങ്ങളെ വാപ്പാന് അത്തരമൊരു വിളി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വിളിക്കുന്നത് ഭയങ്കര ആദർശപരമായൊരു ചർച്ചക്കാണ്, ആശയപരമായൊരു ചർച്ചക്കാണ്, ദർശനപരമായ ഒരു ചർച്ചക്കാണ്. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വളരെ മഹത്തരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം വാപ്പയോട് വർത്തമാനം പറയുന്നത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ട പാടെന്താ? നമ്മുടെ വാപ്പമാരുടെ നിലപാടുകളെ പരിശോധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, അന്വേഷണങ്ങൾ നടത്താനുള്ള, ആശയപരമായ സംവാദങ്ങൾ നടത്താനുള്ള, വാപ്പയുടെ വഴി വളഞ്ഞതാണെങ്കിൽ അതിനെ നീർത്താനുള്ള ഗുണകാംക്ഷയും ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് സ്വന്തം വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളോട് വാപ്പയോടും ഉമ്മയോടും ഒക്കെ സംസാരിക്കണം. എന്നാണ് ഖുർആൻ അത് പരിചയപ്പെടുത്തിയത്. യാ അബത്തി, വാപ്പനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ലിമ തഅബുദ്, എന്തിനാണ് നിങ്ങൾ വാപ്പങ്ങളെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, കാണൂല, കേൾക്കൂല, ഉപകാര ഉപദ്രവമൊന്നും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങൾ, ഈ നിർമ്മിതികൾ, നിങ്ങൾ പടച്ചുണ്ടാക്കിയിട്ടുള്ള ഈ രൂപങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് കളിയാണ് വാപ്പ നടത്താൻ ആഗ്രഹിക്കുന്നത്? പക്ഷെ വാപ്പയോട് വളരെ സ്നേഹത്തിലും കാരുണ്യത്തിലും ഇഷ്ടത്തിലും വാത്സല്യത്തിലും ഗുണകാംക്ഷയിലുമാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവിനെ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മാതൃകയുണ്ട്. നമ്മുടെ വീട്ടിലെ വാപ്പമാർ എന്തിനെ പ്രതിനിധീകരിക്കുന്നു, അവർ ആരെ പ്രതിനിധീകരിക്കുന്നു, എങ്ങനെയാണ് അവർ പ്രതിനിധീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളറിയണമല്ലോ. എന്താണ് അവരുടെ ദർശനം, എന്താണ് അവരുടെ ആശയം, എന്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഈ ഇബ്രാഹിം ചോദ്യങ്ങൾ ചോദിക്കുന്നവനായി, അന്വേഷണങ്ങൾ നടത്തുന്നവനായി, തിരുത്തുന്നവനായി, ഗുണകാംക്ഷയോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതൊരു രംഗമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ രംഗമുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന രംഗമാണ്. ഇത് നമുക്കറിയുന്ന രംഗം തന്നെയാണ്. രണ്ടാമത്തെ രംഗം എന്താ? മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു രംഗം. സൂറത്തു സോഫാത്തിൽ, സൂറത്തു ഷുറായിൽ അല്ലെങ്കിൽ സോഫാത്തിൽ ആ ഭാഗം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്മായിൽ നബിയെ യാ ബുനയ്യ, വാപ്പാനെ വിളിച്ച പോലെ തന്നെ മകനെ വിളിക്കുന്ന വാപ്പ, എൻ്റെ പൊന്നാര കുട്ടിയെ, എൻ്റെ പൊന്നാര മോനെ. നമ്മൾ വിളിക്കുമെന്ന് എനിക്കറിയില്ല. പുതിയ കാലത്ത് നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ വിളിക്കും. കൗമാരത്തിൻ്റെ ഒരു 17, 18, 20 വയസ്സിൻ്റെ ഇടയിലേക്ക് കാലുകുത്തിയ ഒരാളെ യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ എന്നൊക്കെ അങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു വൈകാരിക താളങ്ങളിലൊന്നുമല്ല പുതിയ കാലമുള്ളത്. യാന്ത്രികതയുടെ, ആസ്വാദനങ്ങളുടെ, ആഘോഷങ്ങളുടെ കാലത്താണ്. സ്നേഹകാരുണ്യ വികാരങ്ങൾ നിറച്ചു വെച്ച് എൻ്റെ പൊന്നാര മോനെ എന്നൊക്കെ 17, 15, 20 വയസ്സിൻ്റെ ഇടയിലുള്ള ആളെ വിളിക്കാൻ നമുക്ക് പറ്റാം. അപ്പോൾ കൗൺസിലർമാരും മനഃശാസ്ത്രന്മാരൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. തൊട്ടും തലോടിയും സ്പർശിച്ചും അവരെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചുമൊക്കെ നിങ്ങൾ മക്കളെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം മകനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാ ബുനയ്യ, എൻ്റെ പൊന്നാര മകനെ. ബാക്കി വിഷയം വേറെയാണ്. ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. ഫൻദുർ മാദാ തറ, അതിലുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒന്നാം വിളിയാണ്. രണ്ടാമത്തത് ആ വിളിക്ക് മകൻ നൽകുന്ന മറുപടിയാണ്. നിങ്ങൾക്ക് മക്കളെ വിളിക്കാൻ പറ്റുമോ?
പേടി സ്വപ്നമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അല്ലേ എനിക്ക് നിങ്ങൾക്കൊക്കെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എന്തായിരിക്കും പ്രതികരണം, എങ്ങനെയായിരിക്കും പ്രതികരണം, എന്തായിരിക്കും അവർ പറയുക, എങ്ങനെയായിരിക്കും അവർ നമ്മളോട് ഇടപെടുക? നമുക്കൊരിക്കലും വിചാരിക്കാൻ കഴിയാത്ത ആറ്റിറ്റ്യൂഡുകളിലാണ് പുതിയ തലമുറയുടെ മക്കൾ നമ്മളോട് പ്രതികരിച്ചു. നമ്മൾ അവരോട് പ്രതികരിക്കുന്ന അങ്ങനെ തന്നെയാണ്. പുതിയ കാലത്ത് ന്യൂ ജനറേഷൻ, ആൽഫ തലമുറ, ബീറ്റ തലമുറ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വലിയ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് നമ്മുടെ നമ്മുടെ മുതുകിൽ നിന്ന് പുറത്തു ചാടിയതാണ്, നമ്മുടെ ഇണയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു ചാടിയതാണ്. നമ്മൾ രണ്ടുപേരും കൂടി നമ്മളിലൂടെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അള്ളാന്റെ ഹിബത്ത് എന്ന് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് മക്കളെ കുറിച്ച്. വഹബലി ഇമില്ല നിങ്ങൾക്ക് എനിക്ക് നല്ലൊരു കുട്ടിയെ സമ്മാനമായിട്ട് തരണം എന്ന് പറയുന്നുണ്ട്. അള്ളാന്റെ സമ്മാനമാണ്. നമ്മൾ ആഗ്രഹിച്ചതല്ല നമുക്ക് കിട്ടുന്നത്, അവരാഗ്രഹിച്ചവരാ മാതാപിതാക്കളെന്നല്ല, അവർ അള്ളാന്റെ തീരുമാനമാണ്. അങ്ങനെ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു കുട്ടിയെ നമ്മളിൽ അമാനത്തായിട്ട് ഏൽപ്പിക്കുകയാണ്. ആ കുട്ടി നമ്മളിലൂടെ, നമ്മുടെ ഇണകളിലൂടെ, ആ ഉമ്മ ഉപ്പയിലൂടെ പുറത്തു വരുന്നു. ആ കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നിടത്ത് കുട്ടിയുമായി ബന്ധപ്പെട്ട് അതിനും പുതിയ തലമുറയിൽ നീ മക്കള് അങ്ങനത്തെ എന്താ പറയാ, അങ്ങനത്തെ എന്താ പറയാ, എന്തോ പറയലുണ്ട്, അതൊന്നും ആവശ്യമില്ല. അങ്ങനെ ഈ ഉമ്മമാർ അധികാരം ചെലുത്തുന്ന, നിങ്ങളെ സ്വാധീനിക്കുന്ന, നിങ്ങളെ നിർണ്ണയിക്കുന്ന, നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്നായിട്ട് ഉമ്മാരും ഉപ്പാരൊന്നും ആവശ്യമില്ല. അങ്ങനത്തെ നെസ്റ്റോളജിയിൽ നിൽക്കല്ല. വന്യമൃഗങ്ങൾക്ക് വാപ്പിയും എന്നുള്ള ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്നതുപോലെയാണ് മനുഷ്യൻ. ലിബറലിസവും എത്തിസവും കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഇമ്പീരിയലിസവും ഫാസിസവും ഒക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വാപ്പയും ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇസ്ലാം അത് വിട്ടിട്ടില്ല. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ പോലും നിങ്ങളെ വാപ്പാൻ നിങ്ങൾക്ക് വിടാൻ പറ്റില്ല, നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് വിടാൻ പറ്റില്ല. ആ മക്കളോട് എങ്ങനെ ഇടപെടണം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് ചിത്രം വരച്ച് വെക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് മകനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത്. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹക ഫൻളുർ മാദാ തറ. എന്താണ് എൻ്റെ പോളിസി? നിനക്കെന്താ പറയാനുള്ളത്? ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, നിന്നെ അള്ളാഹുവിന് നൽകണമെന്ന്. അതിന് കുറേ ആശയങ്ങളുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകണില്ല. ബലി എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വേറെ രൂപത്തിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്. ആ നിന്നെ അറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, നിനക്കെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? മകനോട് അഭിപ്രായം ചോദിക്കുന്നു. നമുക്ക് നമ്മുടെ മക്കളോട് അഭിപ്രായം ചോദിക്കാനുള്ള കരുത്തുണ്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രം അഭിപ്രായം ചോദിക്കുന്ന ഇബ്രാഹിം ആവില്ല. കാരണം എല്ലാ കാര്യത്തിലും അഭിപ്രായം ചോദിക്കുന്ന ഒരാൾക്ക് ഇതിലും അഭിപ്രായം ചോദിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഏതോ ഒരു പ്രത്യേക കാര്യത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിലും അഭിപ്രായം ചോദിക്കുക എന്നുള്ളതല്ല. വാപ്പയും മകനും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ഉണ്ട്, അവർ തമ്മിലുള്ള ഒരു അടുപ്പുണ്ട്, അവരുടെ ഒരു പങ്കുവെപ്പുണ്ട്, കൊടുക്കലുകളും വാങ്ങലുകളും ഉണ്ട്. അവിടെ എന്തും എങ്ങനെയും പറഞ്ഞാൽ അതിര് വിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല, വളരെ മനോഹരമായി, മാനുഷികമായി, ഏറ്റവും ഹൃദയസ്പർക്കായി വാപ്പാക്കും മകനും തമ്മിൽ, മകൾക്കും തമ്മിൽ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന രക്ഷാകർത്തൃ ബന്ധത്തിൻ്റെയും ആ രക്തബന്ധത്തിൻ്റെയും വലിയ കടപ്പാടുകളെയും ബാധ്യതകളെയും എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗിക്കുന്ന ഒരു വാപ്പയ്ക്ക് യാ ബുനയ്യ, എൻ്റെ പൊന്നാര കുട്ടി, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. വളരെ അപകടകരമായ സ്വപ്നമാണ്. നിന്നെ ബലി നൽകണമെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നിട്ട് ചോദിക്കുകയാണ് ഫൻളുർ മാദാ തറ, എന്താ നിൻ്റെ അഭിപ്രായം? നമ്മളെ മക്കളാണെങ്കിൽ പറയാം, അമ്മാതി കിനാവൊന്നും നിങ്ങൾ കാണാതെ കണ്ട, കിനാവ് കണ്ട നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നത്, നിങ്ങളിറക്കണ കിനാവ് ആണെങ്കിൽ ഞാൻ കണ്ടോളാം, ഇന്നിറക്കണ കിനാവ് നിങ്ങൾ ചിലവില്ലാതെ കാണണ്ടെന്ന് പറയും. നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ അങ്ങനെയല്ലേ പറയാം. അങ്ങനെയൊക്കെ പറയാൻ വളരെ സാധ്യതയുള്ളൊരു കാലത്താണ് നമ്മളുള്ളത്. കണ്ടിരിക്കുന്നു, നിനക്കെന്ത് പറയാന്ന്? വളരെ സ്നേഹനിർഭരമായി. അവിടെ എൻ്റെ വാപ്പ അങ്ങനെയൊന്നുമില്ല, യാബത്തിന്റെ പൊന്നാരപ്പ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ. ഇബ്രാഹിം നബി വാപ്പാനെ വിളിച്ചല്ലോ, അതേപോലെ തന്നെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൗമാരത്തിന്റെ സുന്ദരഘട്ടത്തിൽ സ്വന്തം പിതാവിനെ അഭിസംബോധന ചെയ്യുന്നത്. വളരെ സംഘർഷഭരിതവും വേദനാജനകവും പരീക്ഷണാത്മകവുമായ ബലിയെക്കുറിച്ചുള്ള, ഇതിപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് ഗൗരവം തിരിയില്ല. സ്വന്തം കുട്ടി അറക്കണം. നമ്മളൊരു കുട്ടിക്ക് ഒരു പരിക്ക് പറ്റിയിട്ട് ആശുപത്രി കൊണ്ടുപോകുമ്പം നമ്മളെ നെഞ്ഞിന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. നമ്മുടെ മസ്തിഷ്കം ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പുകയാൻ തുടങ്ങിയിട്ടുണ്ടാവും, കയ്യും കാലും ഒക്കെ തടരാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളുടെ ഒരു മകന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുമെന്ന് പറഞ്ഞാൽ, അതിനെ ആരെങ്കിലും ഒന്ന് നോവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇബ്രാഹിമിനോട് അള്ളാഹു സ്വന്തം മകനെ ബലി നൽകുക ഒരു വാപ്പാക്ക് ഒരിക്കലും കഴിയാത്തൊരു പ്രവർത്തനമാണത്. സ്വന്തം മകനെ നോവിക്കുക, അതിനെ പ്രഹരിക്കുക, അതിൽ പരിക്കേൽപ്പിക്കുക, അതിനെ വളരെ മാരകമായ അവസാന നാശങ്ങളിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് സ്നേഹവും കാരുണ്യവും വാത്സല്യവും. അതും ഇബ്രാഹിമിനപ്പോ അവ്വാഹുൻ ഹലീം, വാത്സല്യത്തിന്റെ നിറകുടമായിരുന്നു. സ്വർഗരതിക്കാരും തമ്മാടികളുമായ ലൂത്ത് നബിന്റെ സമുദായത്തിന്റെ കാര്യത്തിൽ പോലും അള്ളാഹുവിനോടും മലക്കുകളോടും തർക്കിച്ച നബിയാണ്. വേണ്ടല്ലോ, അവരെ വിട്ടുവിട്ടത്തോടെ അവരെ നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹ് അത്രയും സാമൂഹികമായ കാരുണ്യങ്ങളെ പോലും മനസ്സിൽ നിറച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം കുട്ടിയെ എങ്ങനെയായിരിക്കും ബലിക്ക് വേണ്ടി ഒരുങ്ങുന്നത്? ഇസ്മായിൽ എങ്ങനെയായിരിക്കും ഏറ്റിട്ടുണ്ടാവുക? വളരെ വേദന. ആ സന്ദർഭത്തിലും ഇസ്മായിൽ യാബത്തിന്റെ പൊന്നാരൊപ്പ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നിങ്ങൾക്ക് എന്നെ കാണാം, ഞാൻ വരളി പിടിക്കില്ല,
വയലന്റ് ആവില്ല, പൊട്ടിത്തെറിക്കില്ല, അക്ഷമ കാണിക്കില്ല, ഈ നിലപാടിനെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനം എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. വളരെ അച്ചടക്കത്തോ ഇന്ന ക്ഷമാലുവായി സഹിക്കുന്നവനായി, ഗസയെ പോലെ, ഹമാസിനെ പോലെ, ഫലസ്തീനെ പോലെ സഹനത്തിന്റെ ആഴമുള്ള കടലുകളിൽ നീന്തി ഏറ്റവും വേദനാജനകമായ ഘട്ടത്തിൽ പോലും ഞാൻ പിടിച്ചു നിൽക്കുപ്പാ. സംഗതി നിങ്ങൾ ഇറക്കാനേ പോകണമെന്നുള്ള എനിക്കറിയാം. പക്ഷേ ഒരു നിങ്ങൾക്ക് അലോസരമുണ്ട്. കാരണം ഇത് അല്ലാഹുവിന് വേണ്ടിയുള്ള കളിയാണ്. അത് വേറെ ചർച്ചയാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോകണില്ല. അത് നമ്മൾ ആ തലത്തിൽ തന്നെ വേറെ എടുക്കണം. ഞാൻ പറഞ്ഞത് പക്ഷെ മകനും വാപ്പയും തമ്മിലുള്ള വളരെ മനോഹരമായ ഒരു കൈമാറ്റം അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ബാക്കി വിഷയം വേറെയാണ്, അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകണം. ഫലമാ സലമാത്തല്ല ഓ ലിൽ ജബീൻ, അങ്ങനെ കിടത്തി അറക്കാനൊക്കെ വെച്ചപ്പോൾ അതിനെക്കുറിച്ച് ഖുർആൻ പ്രഖ്യാപിച്ചത് അവർ രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോൾ, അവർ രണ്ടുപേരും സമർപ്പിക്കുന്നവരായപ്പോൾ, അവർ രണ്ടുപേരും അള്ളാഹുവിന് തങ്ങളെ കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പോൾ, അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണ വാപ്പി മക്കള് വാപ്പൊരു വഴിക്ക്, മകൻ വേറെ വഴിക്ക്, മകള് വേറെ വഴിക്ക്, പെണ്ണുങ്ങള് വേറെ വഴിക്ക്, പേരക്കുട്ടികള് വേറെ വഴിക്ക്. ഒരു വീട്ടിൽ തന്നെ 14 വഴികളാണ്. ചന്ദ്രന്റെ വഴി, സൂര്യന്റെ വഴി, നക്ഷത്രങ്ങളുടെ വഴി, കുറെ ഇലാഹുകളെ ഇബ്രാഹിം നബി അവതരിപ്പിക്കുന്നുണ്ട്. ചിലവര് ചന്ദ്രന്റെ പിന്നാലെയാണ്, ചിലവര് സൂര്യന്റെ പിന്നാലാണ്, ചിലവര് നക്ഷത്രന്റെ പിന്നാലെയാണ്. ഇതൊക്കെ പ്രതീകാത്മകങ്ങളാണ്. വർത്തമാനകാലത്തും ഒരു വീട്ടിലെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് തിരിയുന്നതിന് പകരം പല വഴികളിൽ പലതായി വാപ്പയും ഉമ്മയും ഇണയും കുട്ടികളും പായുന്നിടത്ത് ഇസ്മായിലും ഇബ്രാഹിമും ഒരേ നേർരേഖയിൽ പായാൻ തീരുമാനിക്കുകയും അതിനെ പിന്തുടരാൻ തീരുമാനിക്കുകയും അള്ളാഹുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ഘടന. ഒരു കുടുംബത്തിലെ വാപ്പയും മകനും. ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തത് ഹാജറുണ്ട്. അത് വിശുദ്ധ ചരിത്രത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. ആറ്റുനോറ്റുണ്ടായ കുട്ടി ആ പെണ്ണിനായിട്ടാണ് കാബയിലേക്ക് വരുന്നത്. മക്കയുടെ പരിസരത്തേക്ക് ആദ്യത്തെ യാത്ര ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്നത്. അന്ന് ജനവാസങ്ങളില്ല, മരുഭൂമിയാണ്, മൊട്ടപ്പറമ്പാണ്, പാറക്കൂട്ടങ്ങളും ഉരുകിയൊലിക്കുന്ന മണലും മാത്രമുള്ള ചുട്ടുപഴുത്ത സാഹചര്യങ്ങളിൽ കാലാവസ്ഥയുടെ ആനുകൂല്യങ്ങളോ ജനവാസത്തിന്റെ സൗകര്യങ്ങളോ നാഗരികതയുടെ വലിയ സന്നാഹങ്ങളൊന്നുമില്ലാതെ ഇപ്പൊ അത് കണ്ടാൽ നമുക്ക് തിരിയില്ല. പക്ഷേ ഗൾഫിലൂടെ ഒക്കെ കുറച്ച് മക്കൾക്കും അതിനൊക്കെ ഇടയിലുള്ള സ്ഥലമൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു ഇബ്രാഹിമിന്റെയും മുഹമ്മദ് നബിയുടെയൊക്കെ കാലഘട്ടത്തിലെ മക്ക എന്നുള്ളത്. ആ ചുട്ടുപഴുത്ത മണൽപ്പറമ്പിലും ആ ചൂടിനെ മാത്രം പ്രസവിക്കുന്ന പാറക്കൂട്ടങ്ങളുടെയും നടുവിൽ സ്വന്തം ഇണയെയും കുട്ടിയെയും അവിടെ വെക്കണം. ഇണനെയും കുട്ടിനെയും വെക്കാൻ ധൈര്യമുള്ള വാപ്പയും ഇന്നില്ല. വാപ്പാനിമാനെയും എവിടെയെങ്കിലും വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഇണകളുപ്പല്ലേ മക്കളെന്നും ഇണനെയും വെച്ചു കൊടുക്കാൻ പറ്റുന്ന. നമ്മൾ വലിയ സ്നേഹമാണെന്ന് പറയുമ്പം തന്നെ അള്ളാഹുവിന് വേണ്ടി ഇണകളെ. ഇപ്പോൾ ഇസ്മായിലിനോടും ഹാജറയോട് ഇബ്രാഹിം നബി പറയുന്നു, ഇവിടെ താമസിക്കുക, ഞാൻ പോവാണ്. ഇനി അസ്കൻ തുമ്മി എത്തി അള്ളാൻ്റെ അടുത്ത് ആ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികളെയൊക്കെ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ള വേറെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ആക്കി പോകണമെന്നുള്ളത് അത് വേറെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാനിവിടെ ആക്കുന്നു എൻ്റെ പെണ്ണിനെയും എൻ്റെ കുട്ടിനെയും. ഹാജറ ബീവി തടഞ്ഞു നിർത്തി ചോദിച്ചത്, ഇബ്രാഹിം എവിടേക്കാണ് നിങ്ങൾ പോണത്? ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയില്ല. ആ നീണ്ട വിദൂര കാലങ്ങളിലേക്ക്, ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതകളിലേക്ക് കുടുംബത്തിലെ ഇണയെ തള്ളിവിട്ടുകൊണ്ട് കടന്നു പോകുക എന്ന് പറയുന്നത് ഒരു ഇണക്കം സഹിക്കാൻ കഴിയില്ല. വളരെ വൈകാരികമായി നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളിലൊന്ന് നമ്മൾ സ്നേഹിക്കുന്ന ഇണയെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോകേണ്ടി വരിക എന്ന് പറയുന്നത്, ദീർഘകാലത്തേക്ക് വിട പറയേണ്ടി വരിക. മരണത്തെക്കുറിച്ചല്ല പറയുന്നത്, ഭൗതികാവശ്യങ്ങൾക്ക് പോലും ഗൾഫിലേക്കൊക്കെ പോകുന്നതാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണില്ല. സ്വന്തം സ്നേഹവും കാരുണ്യവും നിറവും തികവുമുള്ള ഒരു കുടുംബത്തിൽ ഇണയെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഇണയെയും കുട്ടിയെയും ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുത്തി ഒരാൾ പോവാന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ മനസ്സ് വിറവുള്ളവരുണ്ടാവുമല്ലോ, ഹൃദയം വിങ്ങനുണ്ടാവുമല്ലോ. ഇണ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളറിയാതെ നമ്മളിൽ ലയിച്ചു ചേരുന്ന, നമ്മളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള, നമ്മളായി മാറിയിട്ടുള്ള, നമ്മളും അതും നമ്മളറിയാതെ ഒന്നായി പരുവപ്പെട്ടിട്ടുള്ള ഒന്നാണിത്. ആ ഹാജറയെയും ആറ്റുനോറ്റുണ്ടായ കുട്ടിയും, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ കുട്ടികളുണ്ടാകാനൊക്കെ കടാപ്പാട് കളിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായാൽ എന്തൊരു സന്തോഷം ഉണ്ടാവുക. അത്രയും 60, 70 ഒക്കെ വയസ്സായിട്ടും കുട്ടിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇബ്രാഹിം നബി അങ്ങനെ ദാഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ കുട്ടിയാണിത്, ആറ്റുനോറ്റുണ്ടായ കുട്ടിയാണ്. ആ കുട്ടിയെയും ഇണയെയും അവിടെ വെച്ചിട്ട് പോവാണ്. പോകാൻ നോക്കുമ്പോൾ ഹാജറ ചോദിച്ചു, ഇത് നിങ്ങളെ തീരുമാനമാണോ അള്ളാൻ്റെ തീരുമാനമാണോ? നിങ്ങളെ തീരുമാനമാണെങ്കിൽ നിങ്ങൾ പോകരുത്, എനിക്കിത് കൊണ്ടുപോകാൻ കഴിയില്ല, എനിക്കും എൻ്റെ കുട്ടിക്കും ഇത് അതിജീവിക്കാൻ കഴിയില്ല. ഹാജറ, ഇത് അള്ളാൻ്റെ തീരുമാനമാണ്, എനിക്ക് പോയേ പറ്റുള്ളൂ. അൽഹംദുലില്ലാ, നിങ്ങൾ പോയിക്കോ. അള്ളാന്റെ തീരുമാനമാണെങ്കിൽ അള്ളാഹ്ക്ക് ഞാൻ വിട്ടുകൊടുത്തു. അപ്പൊ വാപ്പാനെ ബാക്കി വിശദീകരണങ്ങളോട് ഇവിടെയാണ്.
സ്വന്തം ഇണയെ, അതൊരു പെണ്ണ്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭർത്താവിന് നാണും പെണ്ണൊക്കെ ആകെ കൂടി എന്ത് കളിയും കളിക്കാൻ തീരുമാനിച്ച കാലമാണ്. പക്ഷെ അന്നത്തെ ഒരു കാലത്തെ കുടുംബ സാഹചര്യങ്ങളിൽ ഒരു പെണ്ണ്, അതുപോലെ ഇണ എന്നൊക്കെ പറയുന്നത് രണ്ടും പരസ്പരം ജോയിന്റ് ആയിട്ടല്ലാതെ ഒരു കാര്യവും നടക്കാൻ കഴിയില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ പോലും ഹാജറ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹിന്റെ തീരുമാനമാണെങ്കിൽ നിങ്ങൾ പോയിക്കോളെ, സമ്മതിച്ചിരിക്കുന്നു. പിന്നെയാണ് സഫയും മറവിയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു കുടുംബത്തിന് നിങ്ങൾ കിട്ടിയില്ലേ? നമ്മളെ പെണ്ണുങ്ങളാരാ? നമ്മളാരാ നമ്മുടെ പെണ്ണിനോട്? അള്ളാഹുവിന്റെ ഒരു കാര്യം നമ്മുടെ പെണ്ണിനോട് നമുക്ക് പറയാൻ പറ്റുമോ? പെണ്ണ് അള്ളാന്റെ വല്ല കാര്യം നമ്മളോട് പറയലുണ്ടോ? നമ്മൾ രണ്ടുപേരും അള്ളാഹ്ക്ക് വേണ്ടി ഒരു പോളിസിയിലെത്തലുണ്ടോ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ വിടുക. ഭക്ഷണം, വസ്ത്രം, തക്കാരം, കല്യാണം, സമ്പത്ത്, വിദ്യാഭ്യാസം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നിങ്ങളും ഇണയും യോജിക്കുന്ന പോയിന്റുകൾ എവിടെയാണ്? നിങ്ങൾ എവിടെയാണ് ഒന്നാവാറുള്ളത്? ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ പാരമ്പര്യമാണ് അത്യുജ്വലമായത്. പലതരം നാറി ദുഷിച്ച് മുഷിഞ്ഞ് അളിഞ്ഞു പുളിഞ്ഞ കുടുംബങ്ങളും നേതാക്കന്മാരും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അവിടേക്കൊന്നും നിങ്ങൾ പോണ്ടത്. ഇബ്രാഹിമിന്റെ മില്ലത്ത് അബീക്കും, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമാണ്. ഇബ്രാഹിമിന്റെ മാതൃകയുണ്ട്. കുടുംബത്തിലെ വാപ്പയോട്, ഇണയോട്, മക്കളോട് എങ്ങനെയാണ് ഇബ്രാഹിം തൻ്റെ അലൈഹിസ്സലാത്തു വസ്സലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് ഇൻഷാല്ലാഹ് അവസാനിപ്പിക്കുന്നു. അപ്പം എന്ത് ചെയ്യണം? ഞങ്ങളൊക്കെ ഹജ്ജാണല്ലോ, വലിയ പെരുന്നാളാണ്. ഇബ്രാഹിമും ഇസ്മായിലും ഹാജറയുമാണോ നമ്മൾ എന്നുള്ള ആത്മപരിശോധന ആഴത്തിൽ നടത്തിക്കൊണ്ട് ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഹാജറയുടെയും മില്ലത്തിലേക്ക്, അതിലൂടെയാണ് നമ്മളുടെ കുടുംബം ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തലാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ, ബലിപെരുന്നാളിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഇണകളെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഈദുൽ ഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഹജ്ജ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇതിനെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഗൗരവതരമായ സ്വഭാവത്തിൽ സമീപിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. ഒന്ന്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കേരളത്തിലേക്ക് ഇപ്പോൾ മഴ എത്തിയിട്ടുള്ളത്. വലിയ ഇതിങ്ങനെയൊക്കെ തന്നെ 4 ദിവസം പെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ അലകും പിടിയൊക്കെ തെറ്റും. 18-ലും 19-ലൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടായി. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. മഴ അനുഗ്രഹമാണ്. ഞാനാണ് ഈ മഴ തരുന്നത്. ആ മഴ കൊണ്ടാണ് നിങ്ങളെ ഭക്ഷണം ഉണ്ടാവുന്നത്. ഇതിൻ്റെ എല്ലാ സംവിധാനമാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ രൂപവും ഭാവവും അളവും ക്രമവും സ്വഭാവവും ഒക്കെ തെറ്റിയാൽ അതിമാരകവും ഭീകരമായിട്ട് അത് മാറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് സുന്നത്തൊക്കെ സ്കരിച്ച് അനുഗ്രഹമായിട്ട് മാറാനും അതിൻ്റെ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകാനും അതിൻ്റെ ശാപകോപങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒക്കെ ഉള്ള പ്രത്യേകമായ പ്രാർത്ഥനകളൊക്കെ ഞാൻ നിങ്ങൾ നിർവഹിക്കണം എന്ന് കൂടി പറയുകയാണ്. കേരളത്തിന് മഴ വേണം. പക്ഷേ ഇങ്ങനത്തെ മഴ കേരളത്തിൽ പെയ്താൽ കുറച്ച് കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും എന്തായിരിക്കും കേരളത്തിൻ്റെ ഭാവി എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെ. ലാറ്റിൻ അമേരിക്കയെ പോലത്തെ കാലാവസ്ഥകളുടെ വെകിളി പിടിച്ച കാലാവസ്ഥകളിലേക്ക്, കാലാവസ്ഥാക്രമത്തിലേക്ക് കേരളം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നിരീക്ഷകന്മാരും ആ വിഷയത്തിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ സ്വസ്ഥത, കടൽ കയറും, കൊടുങ്കാറ്റടിക്കും, വെള്ളം പൊങ്ങും, ഇടിയും പുള്ളിയും തകരും, വരാനിരിക്കുന്ന ഭാവികളിൽ കേരളത്തിന് ഇത് കാത്തിരിക്കുന്നു എന്നാണ് ഒക്കെ പറയുന്നത്. ഇതിനെ തോൽപ്പിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, നമ്മൾ നന്നാവുക എന്നുള്ളത്. കാലാവസ്ഥ നമ്മുടെ മുകളിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി നമ്മളെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ അള്ളാഹുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ആ വിഷയത്തിൽ ശ്രദ്ധ വേണം എന്ന് കൂടി ഞാൻ ഉണർത്താണ്. ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഹജ്ജിൻ്റെ ഈ സന്ദർഭത്തിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിക്കുക. ജമാഅത്ത് നമസ്കാരങ്ങളിലൊക്കെ നിർബന്ധ സുബഹി നമസ്കാരമൊക്കെ വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ റമദാനിലൊക്കെ ചെയ്തതിനേക്കാൾ നന്നായിട്ട് ഈ 10-15 ദിവസങ്ങളിൽ അന്ന് മാത്രം നിസ്കരിക്കണം എന്നൊന്നുമല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങൾക്ക് വീണ്ടെടുക്കാനും തിരിഞ്ഞു നടക്കാനും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ ഒരു ആത്മപരിശോധന നടത്താനും ഒക്കെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണത്. എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബലികർമ്മം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 4000 റുപ്യ 8000 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ 7000 റുപ്യ 8000 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. മൊബൈൽ വാങ്ങും, പുതിയ മൊബൈല്, പുതിയ വണ്ടി, പുതിയ സാധനം. പക്ഷേ ഒരു ഉലൂഹിയത്തിന് ഒരു ഷെയർ കൊടുക്കാൻ പറയുമ്പോൾ ഇല്ല, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, പ്രശ്നമാണ്, വേറെ എന്തിനൊക്കെ. ഒരു ഹോട്ടലിൽ കയറിയാണെങ്കിൽ 4000 റുപ്യ ചിലവാക്കേണ്ടി വരും. നിങ്ങൾ 4-5 ആൾ കൂടി ഇരുന്നാൽ. അങ്ങനത്തെ കാലാണത്. ഒരു ഭക്ഷണം കഴിക്കാൻ ഉത്തരേന്ത്യയിലേക്ക് 4000 റുപ്യ കൊടുത്താൽ മതി. ഒരു ഷെയർ നിങ്ങൾക്ക് കൊടുത്താൽ 4000 റുപ്യ കൊടുത്താൽ മതി. ഏറ്റവും അർഹതപ്പെട്ടവരത് തിന്നും. ഇവിടെ 7-8 ഒക്കെ നമ്മളോട് ചെയ്യും. ഇവിടെ 8000 റുപ്യ കൊടുക്കേണ്ടി വരും. കേരളത്തിൽ വലിയ വർധനവായതുകൊണ്ട് വില വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ഷെയർ 8. എന്നാലും 8 കൊടുക്കാൻ കഴിയുന്നവർ 8 കൊടുക്കുക, 4 അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നവർ 4 കൊടുക്കുക. അങ്ങനെ ഉലുഹിയത്തിൽ അതാഹി ബലി
അത് വേറെ നമുക്ക് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് അതിലൊക്കെ പങ്കാളിത്തം വഹിക്കുക. എത്രയാണോ നീക്കാൻ പറ്റുക, നിങ്ങൾക്ക് കടിച്ചു പിടിച്ചിട്ട് കൊടുക്കാൻ തരും. ആനാൻ്റെ ചിലവ് കഴിച്ചിട്ട് ഒരു ഇത്രയുണ്ട് നീക്കി വെക്കാൻ, ഒരു കൊല്ലം കൊണ്ട് ഒരു 4000 രൂപയോ 8000 രൂപയിലേക്ക് നീക്കി വെച്ചാൽ നഷ്ടമുണ്ടാവില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ഉലൂഹിയത്തിൽ പങ്കാളികളാവാൻ ഗൗരവതരമായ ശ്രദ്ധയും ശ്രമമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് കൂടി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാറ്റിലും അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് അനുകൂലമാക്കുകയും അതിൻ്റെ സൽഫലങ്ങളിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് അവസരം നൽകുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഏറ്റവും അനുഗ്രഹീതമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിലാണ് ഞങ്ങളിൽ. ഇന്നലെ 1 ആയിരുന്നു, ഇന്ന് 2 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 10-13 ദിവസങ്ങൾ. അള്ളാഹുവേ ഇതിൻ്റെ എല്ലാ പുണ്യങ്ങളും കൈവശപ്പെടുത്താൻ കഴിയുമാറ് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാനുള്ള ശാരീരികവും മാനസികവും സാമൂഹികവുമായ തൗഫീക്ക് നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. എല്ലാ സൽക്കർമ്മങ്ങളിലൂടെയും കടന്നുപോയി ഹജ്ജിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബത്തെ, മക്കളെ, മാതാപിതാക്കളെയൊക്കെ സംസ്കരിച്ചെടുക്കാൻ കഴിയുന്ന കുടുംബനാഥന്മാരും മക്കളും ഇണകളുമായിട്ട് മാറാൻ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കരുണാവാരിധി അള്ളാഹുവേ, പോയിട്ടുള്ള ഞങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, ഇണകൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, നേതാക്കന്മാർ എല്ലാവർക്കും മഖബൂലും മബ്രൂറുമായ ഹജ്ജ് കർമ്മം ചെയ്ത് തിരിച്ചു വരാൻ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹജ്ജിൻ്റെ ഉള്ളും അതിൻ്റെ ആഴവും തിരിച്ചറിഞ്ഞ് ജീവിതത്തെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നൽകി അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണേ തമ്പുരാനെ. കരുണാവാരിധിയായ റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങൾ മാലാഖമാർ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാലവും സമയമൊക്കെയാണത്. അങ്ങ് ഗസയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളെയൊക്കെ ലോകത്തിലെ തന്നെ നോക്കുകുത്തിയായി പിശാച് ഇസ്രായേൽ നിഷ്ഠുരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുല്യതയില്ലാത്ത കഫൻ ചെയ്യാൻ സാധനമില്ലായിട്ട് ചാക്കിൽ കെട്ടിയിട്ട് മയ്യത്തിൻ്റെയൊക്കെ സാധനങ്ങൾ വെച്ച ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. 3 മാസം മുമ്പുള്ള കുട്ടി ഇപ്പോൾ എകറുംകെട്ട് പോലെ ഉണക്കക്കൊള്ളി പോലെ ചെറിയ കുട്ടികൾ മുതൽ 10, 15, 18 വയസ്സായവരൊക്കെ, വാപ്പമാരും ഉമ്മമാരും മീഡിയ പ്രവർത്തകരൊക്കെ അള്ളാൻ്റെ ഒരു സഹായം മാത്രമേ ഉള്ളൂ. ഈ അമേരിക്കയും ഇസ്രായേലും ലോകത്തെ കെട്ടുകാഴ്ചയായ മതങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാപട്യങ്ങളെ അള്ളാഹുവേ നിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗസയെ നീ സഹായിക്കണേ തമ്പുരാനെ. കരുത്ത് നൽകണേ തമ്പുരാനെ. അവൾക്ക് തുറവി നൽകണേ തമ്പുരാനെ. അവർക്ക് ഏറ്റവും മനോഹരമായി അതിജീവിക്കാനുള്ള സംവിധാനങ്ങൾ നൽകി അവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അവരോട് കഴിക്കാൻ നെസ്റ്റിലും കാഡ്ബറീസും കൊക്കക്കോളയൊക്കെ അല്ലേ ഇസ്രായേൽ തന്നെ കേട്ടോ. ഒരു തെറ്റിദ്ധാരണയും വെക്കണ്ട. നിങ്ങൾ ബലിയിറക്കാൻ പോയിട്ടേ നിങ്ങളുടെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ തന്നെയല്ലേ നിങ്ങൾ വാങ്ങിക്കൊടുക്കല്. നന്നായിട്ട് കൊടുക്കണം, നന്നായിട്ട് വാങ്ങിക്കൊടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇസ്രായേലിനെ കിട്ടുള്ളൂ, അപ്പോഴേ നിങ്ങൾക്ക് ഇബ്ലീസിനെ കിട്ടുള്ളൂ. എൻ്റെ നിങ്ങളെയൊക്കെ കുടുംബത്തിൽ ഒരു പാഠം നമുക്ക് കിട്ടിയിട്ടില്ല. ബഹിഷ്കരിച്ചും തിരസ്കരിച്ചും തിരിച്ചറിഞ്ഞും പ്രതിരോധിച്ചും കല്ലെറിഞ്ഞും അള്ളാഹു ഈ കാലഘട്ടത്തിൽ ശൈത്താന്മാർക്കെതിരെ എഴുന്നേറ്റ് നിൽക്കാൻ ഞങ്ങൾക്ക് നീ പ്രാപ്തി നൽകണേ തമ്പുരാനെ. ബുദ്ധിക്ക് തുറവ് നൽകി, അറിവിന് വിശാലതകൾ നൽകി, പ്രവർത്തനങ്ങളിൽ പ്രതിരോധവും വിപ്ലവബോധവും ഒക്കെ നൽകി, വിശ്വാസത്തിൻ്റെ കരുത്തുമൊക്കെ നൽകി ഞങ്ങളെ നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. ഏത് ഇബ്ലീസിനെയും, ഏത് ശൈത്താനെയും, ഏത് ശിർക്കിനെയും, താഗൂത്തിനെയും, കുഫറിനെയും ഒക്കെ നേരിടാനുള്ള ബുദ്ധിപരവും വൈജ്ഞാനികവും മാനസികവുമായ കരുത്ത് നൽകി, ഈമാനും ഇഹ്സാനും ഇസ്ലാമും ഇഖ്ലാസും ഒക്കെ നൽകി അള്ളാഹുവേ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. ഖുർആൻ കൊണ്ട് നീ ഞങ്ങളെ കരുത്തരാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ നീ ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാരും ഉപ്പാരും ഇണകളും കുട്ടികളും ഒക്കെ ഉണ്ട്, അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരോട് നീ കരുണ കാണിക്കണേ റബ്ബേ. നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ ഉമ്മ ഉപ്പ അവരെയൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളോടൊപ്പം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കേണ്ട ഉമ്മാരും ഉപ്പാരും ഒക്കെ ഉണ്ട്, അവരുടെ ശരീരത്തിലും മനസ്സിലും ആരോഗ്യത്തിലും ഒക്കെ ആഫിയത്തും സലാമത്തും നൽകി നീ അവരോട് കരുണ കാണിക്കുമാറാകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, മംഗലാപുരത്തൊക്കെ ആളുകളെ വെറുതെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്തിൻ്റെ ചെറുപ്പക്കാരെ നിസ്സഹായരാക്കാൻ സംഘപരിവാർ തീരുമാനിച്ചിരിക്കുന്നു. കരുണാഭാരതി അള്ളാഹുവെ അതിജീവിക്കാനും അഭിമുഖീകരിക്കാനുമുള്ള കരുത്ത് നൽകി നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്തിന് നീ ഐക്യപ്പെടുത്തണേ തമ്പുരാനെ. ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യവും നിലപാടുകളും നൽകി ഞങ്ങൾക്ക് നീ കരുത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്ത് ചെതറിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തു നിന്നും പുറത്തു നിന്നുള്ള ഇടപെടലുകൾ കൊണ്ട് സംഘടനകൾ പിളരാനും പൊളിയാനും ഒക്കെ കാത്തിരിക്കുകയാണ്. പണ്ഡിതന്മാർ ചേരി തിരിഞ്ഞ് ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അകത്താക്കാനും പുറത്താക്കാനും ഒക്കെ ഉള്ള സംഘടനകൾ മത്സരത്തിലാണ്. കരുണാവാരിധി അല്ലാഹുവേ,
ഈ ഉമ്മത്തിനെ നീ ഐക്യപ്പെടുത്തണേ തമ്പുരാനെ. സംഘപരിവാരനെ പോലത്തെ ദുഷിച്ച, ലോകത്തിലെ തന്നെ ദുഷിച്ച സംഘങ്ങൾ ഈ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചേരിതിരിഞ്ഞ് പോരാടി ഗ്രൂപ്പായി ശൈഥില്യത്തിനും നാശത്തിലേക്കും കാലുകുത്തുന്ന ഈ സംഘങ്ങളെ നീ തിരിച്ചു കൊണ്ടുവരണേ തമ്പുരാനെ. ഒരുമിച്ച് നിൽക്കാനും ഐക്യപ്പെടാനുമൊക്കെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വങ്ങളെയും അതിൻ്റെ അനുയായികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله. صلى الله على محمد صلى الله عليه وسلم.